ശ്രീ NM പിയേഴ്സൺ, CPM മുമ്പും തോറ്റിട്ടുണ്ട്, മുമ്പും വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്, ആ വിലയിരുത്തൽ അംഗങ്ങൾക്ക് നൽകിയിട്ടുമുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് കൗതുകകരമായി തോന്നിയ ഒരു കാര്യം, രാഷ്ട്രീയം പറയാൻ പറ്റിയില്ല അതുകൊണ്ട് തോറ്റു എന്ന വിലയിരുത്തലിലാണ്. വികസനത്തിലും ക്ഷേമത്തിലും കേന്ദ്രീകരിച്ചപ്പോൾ, പ്രചാരണം വ്യക്തി കേന്ദ്രീകൃതമായപ്പോൾ രാഷ്ട്രീയം പറയാൻ പറ്റിയില്ല, രാഷ്ട്രീയമായി എതിർപക്ഷത്തെ നേരിടാൻ പറ്റിയില്ല എന്ന് CPM വിലയിരുത്തുമ്പോൾ അതിനെ സമൂഹം എങ്ങനെ എടുക്കണം? അല്ല, CPM ആ തരത്തിലുള്ള കാഴ്ചപ്പാടെത്തുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയം പറയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഐഡൻറ്റിറ്റിയെ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്കുള്ള അതിൻ്റെ ജൈവ സ്വഭാവം സമ്പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വലിയ ഒരു കണ്ടെത്തലാണ് പാർട്ടി നടത്തിയിരിക്കുന്നത്. പാർട്ടി കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ കേരള പാർട്ടി കണ്ടെത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേരള പാർട്ടി കൊടുത്ത റിപ്പോർട്ട് തിരുത്തി കേന്ദ്ര കമ്മിറ്റി താഴെത്തട്ടിൽ നിന്ന്, ബ്രാഞ്ച് തലത്തിൽ നിന്ന് സഹാക്കൾ പറഞ്ഞിരിക്കുന്നു അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇതെല്ലാം അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിൻ്റ് അത് തന്നെയാണ്. ഞങ്ങൾ രാഷ്ട്രീയം മറന്നുപോയി എന്ന് പറയുന്നു. അത് CPM-ൻ്റെ ചരിത്രത്തിൽ 64 ശേഷമുള്ളതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലും CPM-ന് അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾക്ക് പറയേണ്ട രാഷ്ട്രീയം ഞങ്ങൾ മറന്നുപോയി എന്നുള്ളത്. ഇവിടെ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഇതിക്ക് മുന്നേ നമ്മളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാരിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം, പക്ഷേ പാർട്ടിയുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നില്ല. എവിടെ പാർട്ടി? ഞാൻ തന്നെ പല ഘട്ടങ്ങളിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. എവിടെയാണ് പാർട്ടി? അങ്ങനെ പാർട്ടിയെ സമ്പൂർണ്ണമായിട്ട് തമസ്കരിച്ച് സർക്കാരിൻ്റെ PR വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് പാർട്ടിയെ മാറ്റി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിലിരിക്കുന്ന സഹാക്കൾ മനസ്സിലാക്കേണ്ടതും ഏറ്റെടുക്കേണ്ടതുമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്, രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. രാഷ്ട്രീയം മറന്നുപോയ പാർട്ടി അത് എങ്ങനെ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ളതും പ്രസക്തമായ കാര്യമാണ്.